നമസ്കാരം. എം.എ. ബേബിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ജി ശക്തിധരൻ കുറിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. CPM ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം എം.എ. ബേബിക്കെതിരെ നടക്കുന്ന സോഷ്യൽ മീഡിയ അറ്റാക്കിനെ കുറിച്ചുള്ളതാണ് ആ പോസ്റ്റ്. സമൂഹ മാധ്യമങ്ങളിൽ ബേബിക്കെതിരെ ഇപ്പോൾ നടക്കുന്ന അതിക്രൂരമായ വേട്ടയാടൽ കണ്ടാൽ ആർക്കും പൊറുക്കാനാകില്ല എന്ന് ഈ പോസ്റ്റിൽ ശക്തിധരൻ ചൂണ്ടിക്കാട്ടുന്നു. എത്രയോ ദശാബ്ദങ്ങൾ മുൻപുള്ള കഥകൾ കുത്തിയിളക്കിയാണ് തേജോവധത്തിന് ശ്രമിക്കുന്നത്. ബേബി ഇന്ന് വഹിക്കുന്ന പദവിയുടെ അന്തസ്സിന് നിരക്കുന്നതാണോ ഈ വേട്ടയാടൽ എന്ന് ചിന്തിക്കേണ്ടതാണ്. ബേബിയുടെ വ്യക്തി ജീവിതത്തിലെ കളങ്കിതമായ സംഭവങ്ങൾ എടുത്താണ് അലക്കുന്നത്. ദശാബ്ദങ്ങൾക്ക് മുൻപേ ഉയർന്നു വന്ന അഭ്യൂഹങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് പച്ചയ്ക്ക് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് എന്നും ശക്തിധരൻ പറയുന്നുണ്ട്. എന്നാൽ ദശാബ്ദങ്ങൾ എത്ര കഴിഞ്ഞാലും ബേബി ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങളുടെ തീവ്രത കുറഞ്ഞു പോകുന്നതല്ല. ബേബിയുടെ കരവലയത്തിൽ അകപ്പെട്ട് പൊലിഞ്ഞു വീണ അനഘ എന്ന പെൺകുഞ്ഞിന്റെയും അവളുടെ കുടുംബത്തിന്റെയും ജീവനും ജീവിതത്തിനും മുന്നിൽ എങ്ങനെയാണ് ബേബിക്ക് വേണ്ടി സംസാരിക്കാൻ കഴിയുന്നത് എന്നോർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. ബേബിയെ വെറുതെ വിട്ടുകൂടെ എന്ന തലക്കെട്ടോടുകൂടി ശക്തിധരൻ കുറിക്കുന്നത് ഇങ്ങനെയാണ്: CPM ജനറൽ സെക്രട്ടറിയായി ഏകകണ്ഠമായി തിരഞ്ഞെടുക്കപ്പെട്ട എം.എ. ബേബിയെ കരുതിക്കൂട്ടി തേജോവധം ചെയ്യുന്ന സംഘടിത അരാഷ്ട്രീയ നീക്കം സോഷ്യൽ മീഡിയയിൽ തകർത്താടുകയാണ്. അതിൽ തലവെക്കാതെ ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ബുദ്ധി. ബേബി മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പോലെയല്ല. അദ്ദേഹത്തിന്റെ ഗോപ്യമായ സ്വകാര്യ ജീവിതവും പരസ്യമായ പൊതുജീവിതവും സമാന്തര രേഖകൾ പോലെയാണ് പോകുന്നത്. അത് രണ്ടും രണ്ടാണ് എന്ന് ബേബിയെ അറിയുന്നവർക്കെല്ലാം തന്നെ ബോധ്യവുമുണ്ട്. അത് തിരിച്ചറിയുന്നവർ തന്നെയാണ് ബേബിയുടെ ആരാധകർ. അതുകൊണ്ട് മാത്രം ബേബി കളങ്കിതനാകുന്നില്ല. പക്ഷേ EMSO, AKGയോ, ബാലാനന്ദനോ, ലോറൻസോ, PGയോ, TK രാമകൃഷ്ണനോ, നായനാരോ ഒന്നും അങ്ങനെയല്ല. ആ ഗണത്തിൽ ബേബി പെടുന്നുമില്ല. ആ ഗണത്തിൽപ്പെടാത്ത ഒരാൾ ഒരു വിപ്ലവ പാർട്ടിയുടെ പരമോന്നത പദവിയിലെത്തുന്നത് ആദ്യമായിട്ടാകും. ബേബിയിൽ അധികരിച്ചു നിന്നത് പാർലമെന്ററി വ്യാമോഹമാണ്. അതിനുള്ള ഏണിപ്പടി തേടിയാണ് ബേബി വിദ്യാഭ്യാസ കാലം മുതൽ സ്വന്തം ജീവിതം പടുത്തുയർത്തിയത്. പാർട്ടി എന്നും അദ്ദേഹത്തിന് ഒരു പരദേശിയായിരുന്നു. ആ പ്രായത്തിലുള്ള ഏത് യുവാവിനേക്കാൾ സുഖലോലുപ ജീവിതം ആസ്വദിച്ച നേതാവായിരുന്നു ബേബി. എല്ലാം പൊതു ഖജനാവിലെയോ പാർട്ടിയുടെയോ ചിലവിൽ. ബേബിയുടെ വിമാനയാത്രകളുടെ ത്രില്ല് കണ്ടാൽ ഏതോ ബഹുരാഷ്ട്ര കമ്പനി ഉടമയാണെന്നേ തോന്നൂ. ഏത് ഭൂഖണ്ഡത്തിൽ നിന്നുള്ള മദാമയാണ് ഒപ്പം കൈപിടിച്ചെത്തുന്നത് എന്ന് കാത്തു നിൽക്കുന്ന കൂട്ടിക്കൊടുപ്പുകാരന് മാത്രമേ അറിയൂ. ആ യാത്രകളിൽ രാപ്പകലില്ലാതെ കണ്ണിൽ എണ്ണയൊഴിച്ച് കൂട്ടിക്കൊടുപ്പിന് കാത്തിരുന്നവരെ ബേബി കൈവിട്ടിട്ടില്ല. ഏറ്റവും ഒടുവിലും ഏതു കുമ്മയിലെ കൊണ്ടിരുത്തിയിട്ടുമുണ്ട്. പക്ഷെ അതൊരു ട്രോജൻ കുതിരയാണ്. എല്ലാം ഊറ്റിയ ശേഷം ചതിക്കും. ഇതെങ്ങനെയാണ് ഒപ്പിക്കുന്നത് എന്നത് ഒരു പ്രഹേളികയാണ്. ഒരു അന്വേഷണ കമ്മീഷനും അതിന്റെ രഹസ്യം പിടികിട്ടിയില്ല. ഒരുപക്ഷെ കുടുങ്ങിയാൽ തന്നെ റാഞ്ചിയെടുത്ത് സുരക്ഷിത വിദേശ മണ്ണിലെത്തിക്കാൻ ഫാരിസ് അബൂബക്കർമാരുണ്ട്. പക്ഷേ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന അതിക്രൂരമായ വേട്ടയാടൽ കണ്ടാൽ ആർക്കും പൊറുക്കാനാകില്ല. എത്രയോ ദശാബ്ദങ്ങൾ മുൻപുള്ള കഥകൾ കുത്തിയിളക്കിയാണ് തേജോവധത്തിന് ശ്രമിക്കുന്നത്. ബേബി ഇന്ന് വഹിക്കുന്ന പദവിയുടെ അന്തസ്സിന് നിരക്കുന്നതാണോ ഈ വേട്ടയാടൽ എന്ന് ചിന്തിക്കേണ്ടതാണ്. ബേബിയുടെ വ്യക്തി ജീവിതത്തിലെ കളങ്കിതമായ സംഭവങ്ങൾ എടുത്താണ് അലക്കുന്നത്. ദശാബ്ദങ്ങൾക്ക് മുൻപേ ഉയർന്നു വന്ന അഭ്യൂഹങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പച്ചയ്ക്ക് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. പണ്ടോറപ്പെട്ടി ഇപ്പോൾ തുറന്നു വെക്കുന്നത് എന്തിനാണ്? ബേബിക്ക് കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെതായ സ്ഥാനമുണ്ട്. സ്വന്തമായ കർമ്മമണ്ഡലമുണ്ട്. അതൊന്നും ആരിൽ നിന്നും അപഹരിച്ചെടുത്തതല്ല. സ്വയം കൃതാനർത്ഥം കൊണ്ടാവാം ജനറൽ സെക്രട്ടറിയുടെ പദവിയുടെ മഹത്വം ബേബി ഇനിയും ഉൾക്കൊണ്ടിട്ടില്ല. ലോകത്തെ കോൾമയിൽ കൊള്ളിച്ച ഇതിഹാസ ചരിത്രമുള്ള ആയിരക്കണക്കിന് രക്തസാക്ഷികൾ നിറതോക്കുകൾക്ക് നേരെ വിരിമാറ് കാട്ടിക്കൊടുത്ത ജനാവലി ജാലിയൻ വാലാബാഗിൽ മാത്രമല്ല, പുന്നപ്രയിലും വയലാറിലും ഉണ്ടായിരുന്നു. ആ ഇതിഹാസത്തിന്റെ ലെഗസിയാണ് ഇനി ബേബി ഉയർത്തിപ്പിടിക്കാൻ. അവരെ ബേബി അനാഥരാക്കരുത്. ഏതാനും മാസം കൂടിയേ ഈ മണ്ണിൽ ചെങ്കുടി ഇപ്പോൾ ശേഷിക്കുന്ന പ്രഭയോടെയെങ്കിലും കാണാൻ പറ്റൂ. ബേബി ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല, ഇത്തിക്കണ്ണികൾ പോലെ പറ്റിക്കൂടിയ ചിലർ ഉള്ളിലേക്ക് കടത്തിയ മലീമസമായ ചിന്തകളും ദ്രവിച്ച ആശയങ്ങളും പാർട്ടിയുടെ അസ്ഥിവാരം ഇളക്കി വെച്ചിരിക്കുകയാണ് എന്ന്. ഒരു ചെറിയ ഉന്തുമതി അത് കടപുഴകാൻ. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ സ്വന്തം മകൻ ഇഷാൻ ഭാവിയിൽ എറണാകുളത്ത് കരിമണൽ കൊണ്ട് നിർമ്മിക്കുന്ന
ആധുനിക റോഡിൽ അമ്മയുടെ പേരിൽ നിർമ്മിക്കുന്ന എക്സാലോജിക് നഗറിലൂടെ ആഡംബര വാഹനത്തിൽ ചീറിപ്പായുമ്പോൾ അമ്മ വീണയെ ഓർമ്മിപ്പിക്കുമായിരിക്കും. അമ്മൂമ്മയുടെ പെൻഷൻ കൊണ്ട് നിർമ്മിച്ചതല്ലേ ഈ നഗർ? അപ്പൂപ്പൻ പിടിച്ച ചെങ്കൊടി കാറ്റിൽ പാറിപ്പോയോ അമ്മയെന്ന്.